വചനമൊഴി ജൂൺ 3. വചനഭാഗം 1 കോറിന്തോസ് 8:8-13, ലൂക്കായുടെ സുവിശേഷം 12:13-21. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ഈശോയോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് പറയണമേ. ഈശോ അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ ഭാഗം വയ്ക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമർത്ഥമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനെന്ത് ചെയ്യും? എന്റെ ധാന്യം ശേഖരിക്കാൻ എനിക്കിടമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അവിടെ എന്റെ ധാന്യം മുഴുവനും വിഭവങ്ങളും ശേഖരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, എന്റെ ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവത്തിലേക്ക് സമന്വയനാകാതെ തനിക്ക് വേണ്ടി നിധി കൂട്ടിവെക്കുന്നവനും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചന ഭാഗത്ത് 2 ചിന്തകളാണ്. ഒന്ന്, ഈശോയോടുള്ള മനോഭാവമാണ്. ഈശോയെ നമ്മൾ സമീപിക്കേണ്ടത് ഒന്നാമതായി ആത്മരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം. കർത്താവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സത്യദൈവത്തെ വെളിപ്പെടുത്തുകയും അങ്ങനെ സത്യദൈവത്തെ അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുക എന്നതായിരുന്നു. ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വന്നുകൊള്ളും. അതുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുമ്പോൾ മതപരമായ കാര്യങ്ങള്, വിശ്വാസപരമായ കാര്യങ്ങള് നമ്മൾ അനുഷ്ഠിക്കുന്നത് ഒന്നാമതായി നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കണം. ഭൗതിക നേട്ടങ്ങള് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കരുത് കർത്താവിനെ സമീപിക്കുന്നത്, ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത്. ആത്മീയ കാര്യങ്ങള്, വിശ്വാസപരമായ കാര്യങ്ങള് നടത്തുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കണം. ഈശോ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ, ബാക്കിയുള്ളതെല്ലാം വന്നുകൊള്ളും. ഭൗതിക ലക്ഷ്യങ്ങൾ മുന്നിൽ കൊണ്ടുകൊണ്ടായിരിക്കരുത് ഈശോയെ സമീപിക്കുന്നത്, ആത്മീയ കർമ്മങ്ങൾ നടത്തുന്നത് എന്ന തിരുവചനം നമ്മോട് പറയുന്നത്. രണ്ടാമത്, ധനികനായ ഭോഷന്റെ ഉപമ പങ്കുവെച്ചുകൊണ്ട് ഇക്കാര്യം തന്നെ കൂടുതൽ വ്യക്തമായി ഈശോ പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ എന്ത് നേടിയാലും അതെല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടതാണ് മനുഷ്യന്റെ ആത്മാവ്. ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം അവന് ശരീരമുണ്ട്. അതുകൊണ്ട് ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും, അത് വേണം. എന്നാൽ ഈ ഭൂമിയിലുള്ളതെല്ലാം ഉപേക്ഷിച്ച് ശരീരത്തിൽ നിന്നും വേർപെട്ട് ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകും. ആ ആത്മാവിന്റെ രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇഹലോക ജീവിതം നയിക്കുവാൻ എന്ന കാര്യമാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആത്മരക്ഷ മുന്നിൽ കണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.